MDMA എന്ന് പറഞ്ഞ് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കൽക്കണ്ടം. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. കാസർഗോഡ് സ്വദേശി ബിജു, കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ 5 മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധനാ ഫലം. നമസ്കാരം സാറേ, വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. വെറുതെ വിട്ടുവെങ്കിലും ജോലിയില്ലാതെ നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ബിജു. കേസിൽ അറസ്റ്റിലായി 150 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് ശരിക്കും? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ചൊരു 100 ഗ്രാം കൽക്കണ്ടം അവന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് യമഹ എന്നെ മുഖത്ത് നോക്കി പറ, ഹാ എന്റെ മൂക്കിൽ അടിക്കണം. യമഹ അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ. രാവിലെ ചാവടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. പിന്നെ ലുങ്കി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് തിന്നോടാ കഴിവറ പോലെ. കൽക്കണ്ടാണ്, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അല്ലല്ല, ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുപോകുന്നത്? എവിടെ നിന്ന് കിട്ടി? അങ്ങനെ കിട്ടി. പിന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു, മൊബൈൽ മേടിച്ചു, സ്വിച്ച് ഓഫ് ആക്കി. ഇത് ഇച്ചിരി കൂടിയ അനുവാണല്ലോടാ. നിങ്ങളുടെ കയ്യിലുള്ള സാധനം MDMA ആണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ഹലോ SI സാറല്ലേ? നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടിപ്പോയി. അപ്പൊ എനിക്ക് കൽക്കണ്ടം തന്നെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് കൽക്കണ്ടം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോലീസുകാരോട് ആകെ പോലീസ് എന്ത് ചെയ്തു? ഒന്നും ചോദിച്ചൊന്നുമില്ല, ഒരു കാര്യം ചോദിച്ചില്ല. ഇത് എവിടുന്ന് കിട്ടി, ആര് തന്നു, എവിടെ കൊടുക്കണം? നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതിയാണ്. ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ളതല്ലേ. നടക്കാം.